ഹബീബായ നബി തങ്ങൾ പറയുന്ന വളരെ മനോഹരമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗം, അത്തൊഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി എന്നത് ഈമാനിന്റെ പകുതിയാണ്. അത്തൊഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണ്. അപ്പൊ മൂത്രപ്പുരന്റെ മണം, മദ്രസയിലെ മൂത്രപ്പുര നാറിയിട്ട് മക്കൾക്ക് മൂത്രമൊഴിക്കാൻ വയ്യ. ഹൗദും കരയിൽ നിന്നാൽ പള്ളിന്റെ ഉള്ളുക്ക് വരെ പള്ളിയുടെ മൂത്രപ്പുരന്റെ മണം വരിക. ഈ പരിപാടി മുസ്ലിമീങ്ങൾക്ക് പാടില്ല. അതൊക്കെ ക്ലീനാക്കി വെക്കണം. ദുർഗന്ധം ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ നിന്നപ്പോൾ ദുർഗന്ധമല്ലല്ലോ, പുറത്തുണ്ടാവരുത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ഒക്കെയുള്ള ടോയ്ലറ്റുകളൊക്കെ കേടെടുത്തി പോവുക, നശിപ്പിക്കുക, പബ്ലിക് സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുക. റോഡരികിൽ നിന്നിട്ട് ഉഷാറായിട്ട് നിന്നിട്ട് വലിയ വലിയ മുത്ത മനുഷ്യന്മാര് അവർത്ത് പോലും മറക്കാണ്ട് മൂത്രമൊഴിക്കുക. തുഹൂർ, വൃത്തി വേണം. മുസ്ലിം ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ പരിസരങ്ങളും നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും ദുർഗന്ധം ഉണ്ടാവരുത്. നമ്മുടെ ദീനീ സ്ഥാപനങ്ങളുടെ അടുക്കള, അവരുടെ ഡൈനിങ് ഹാള്, മൂത്രപ്പുര, ടോയ്ലറ്റുകള്, ഹമ്മാമുകള്, ഇതൊന്നും ദുർഗന്ധം ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ തുഹൂറു ശത്റുൽ ഈമാൻ, അതൊക്കെ അതിന്റെ ഭാഗല്ലേ. നിസ്കരിക്കുമ്പോൾ മാത്രം തുഹാറത്ത് മാത്രമല്ലല്ലോ. തുഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മീസാൻ നിറക്കാൻ അത് മാത്രം മതിയെന്ന് മുത്തു റസൂലുള്ളാഹി. ഒരു 3 അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ്, നിറഞ്ഞു കവിയുമെന്നാണ് അൽഹംദുലില്ലാഹ് ചൊല്ലണം. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈനസ് സമാഇ വൽ അർള്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ളത് നിറയാൻ അത് മതി എന്ന് ഹബീബനാ റസൂലുള്ളാഹി. ഈ ഹദീസൊക്കെ പഠിക്കുന്ന കാലത്ത് കൊച്ചുപ്രായത്ത് ഉസ്താദന്മാരോട് കുസൃതി സംശയം ചോദിക്കാറുണ്ടായിരുന്നു. എങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് കൊണ്ട് ആകാശം നിറയണമെങ്കിൽ, ആകാശ ഭൂമികൾ നിറയണമെങ്കിൽ 20 100 500 ഒക്കെ ചൊല്ലുമ്പോൾ ഇവിടെ പോയിട്ട് ഇനി നിറയാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഉസ്താദന്മാർ പറഞ്ഞ ഉദാഹരണം, ട്യൂബ്, ക്ലാസ് റൂമിൽ ലൈറ്റ് ഉണ്ടാവുമല്ലോ, ഈ ട്യൂബ് ഇട്ടപ്പോൾ ഇവിടെ വെളിച്ചം നിറഞ്ഞു. 2 രൂപ ഇട്ടാൽ എന്താ സംഭവിക്കുക? വെളിച്ചുണ്ടാവും. ഈ 10 രൂപ കത്തിച്ചിട്ട് എന്താ കുഴപ്പം? നിറയാൻ പറ്റൂലേ? അതന്നെ. അപ്പൊ ഉത്തരായി. ഒറ്റ സുബ്ഹാനല്ലാഹ് കൊണ്ട് നിറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ചെല്ലാണ്ടിരിക്കണ്ട, നിറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ നിറക്കാൻ കാരണമാണ്. വസ്സലാത്തു നൂർ, നിസ്കരിക്കുന്നത് പ്രകാശമാണ്. നാളെ പരലോകത്ത് സിറാത്ത് കടക്കാനുള്ള പ്രകാശമാണത്. സിറാത്ത് പാലം ഇരുട്ടാണെന്നറിയണം. അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. സിറാത്ത് പാലം കടക്കാൻ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. അവിടെ വെളിച്ചം വേണം. അത് നിസ്കരിക്കുന്നവരെ ഉണ്ടാകൂ. നിസ്കാരം ഒരു പ്രഭയാണ്, നൂറാണ്. വസ്സദഖതു ബുർഹാൻ, അല്ലാഹു തആല കൂലി തരും എന്ന വിശ്വാസത്തിന്റെ ലക്ഷണമാണ്, തെളിവാണ് ദാനം ചെയ്യുന്നത്. സ്വതക്ക ചെയ്യാ. സ്വതക്ക എല്ലാവരും കൊടുത്തോലൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. സ്വദഖത്തു റദ്ദുൽ ബലായാന, എല്ലാ മുസീബത്തും അല്ലാഹു തട്ടി ദൂരത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ റബ്ബ്, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും കഴിയൂല. അല്ലാഹ്, 500 നോട്ട് ഇറങ്ങിയിട്ട് അതിന്റെ ബൂതി കണ്ടിട്ട് തീർന്നിട്ടില്ല. അതിന്റെ ചുറുക്ക് പഴയ 500 കൊടുത്തില്ല, പുതിയത് ഇറങ്ങിയ ശേഷം ഭയങ്കര പിഷ്ക ആൾക്കാർക്ക്. അതൊരു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൂലി തരുന്ന തന്നെ വിചാരിക്കണ്ടേ? അതാണ് ദാനധർമ്മം. തെളിവാണ്, എന്റെ ഈമാനിന്റെ തെളിവാണ്. അല്ലാത്ത കൊടുക്കൂല. പല കാരണം പറയും. നാളെ ചെരുപ്പാൻ കണ്ട് ഇവിടെ 4 ചെരുപ്പ് വരെ ഉണ്ടാവും. വെറുതെ പറഞ്ഞിട്ട് കൊടുക്കൂല. സ്വദഖത്തു ബുർഹാൻ, ദാനം ചെയ്യുന്നവർ ഈമാനുള്ളവരാണെന്നതിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ക്ഷമയെന്ന് പറയുന്നത് ഒരു ശോഭയാണ്. ക്ഷമ, അതിനൊരു വെളിച്ചമുണ്ട്. വിശുദ്ധ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലം അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതാണ്. ഇനി നബി തങ്ങൾ പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയാണ് സംഭവം.
സുബ്ഹാൻ അൽഹംദുലില്ലാ ചൊല്ലിയാൽ മീസാൻ നിറയും. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ ആകാശഭൂമികൾക്കിടയിലുള്ള നിറയും. നിസ്കാരം ഒരു പ്രകാശമാണ്. ദാനധർമ്മം ഈമാനിന്റെ അടയാളമാണ്. വസ്സുബ്റു ദിയാ ക്ഷമയെന്നതൊരു ശോഭയാണ്, ഒരു പ്രഭയാണ്. ഖുർആൻ അത് ഓതുന്നവർക്ക് അനുകൂലം, ഖുർആൻ ഓതാത്തവർക്ക് ഖുർആൻ പ്രതികൂലമായി സാക്ഷി നിൽക്കും. എന്നിട്ട് നബി തങ്ങൾ പറയാ കുല്ലുന്നാസി യഗ്ദൂ രാവിലെ നേരം വെളുത്താൽ എല്ലാവരും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എല്ലാവരും രാവിലെ ഉറങ്ങി എണീക്കും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ ഇടം മുതൽ നന്മകൾ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുണ്ട് ഒരു വിഭാഗം. അല്ലെങ്കിൽ നരകത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയി ഇടുന്നവരുണ്ട് ഒരു ദിവസത്തെ കർമ്മങ്ങൾ കൊണ്ട്. ഇതാണ് ഖുർആൻ പറയുന്ന ഇന്ന സഅയകും ലശത്താ. നന്മയുടെ ഒരുപാട് വഴികൾ സുബ്ഹാനല്ലാഹിം അൽഹംദുലില്ലാഹിം അല്ലാഹു അക്ബറും ഉണ്ടാകുമ്പോൾ സിനിമ പാട്ട് മൂളിപ്പാട്ട് പാടി നടക്കുന്നവര്, വേണ്ടാത്തത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവര്, ഒരു ദിവസം എത്രയോ നന്മ ചെയ്യാൻ കഴിയും. ഈ ദിക്റുകൾക്കൊക്കെ പകരം കുറെ ഗീബത്ത്, കുറെ നമീമത്ത്, ഇങ്ങനെയൊക്കെ ഒരൊറ്റ ദിവസം നേരം വെളുത്തേടം മുതൽ സ്വന്തം ശരീരത്തെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. ശരീരത്തെ നരകത്തിൽ കൊണ്ടുപോയി ഇടുന്നവരുണ്ട്. ഇതിൽ ഏത് ഭാഗത്താ നമ്മൾ? അയ്യുൽ ഗാദീന അൻത, നീ ഏത് വിഭാഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. നമ്മൾ ഏത് കോലത്തിലാ ആവേണ്ടത്? മോചിപ്പിക്കണോ? അല്ല, നരകത്തിലേക്ക് വിടണം. അല്ലാഹു നരകമോചനം നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഇന്ന സഅയകും ലശത്താ. നന്മയും തിന്മയും ഒരുപോലെയല്ല. അമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും ജന്നാത്തുൽ മഅവാ നുസുലം ബിമാ കാനൂ യഅമലൂൻ وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيذوا فيها وقيل لهم ذوقوا عذاب النار ذوقوا عذاب النار الذي كنتم به تكذبون. സൂറത്തു സജ്ദ. അമ്മല്ലദീന ആമനൂ, സത്യവിശ്വാസം കൈകൊണ്ടവരെ, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചവരെ, ഹബീബായ നബി തങ്ങളുടെ പ്രവാചകത്വം അംഗീകരിച്ചവരെ, അത് മാത്രമോ വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഫലഹും ജന്നത്തുൽ മഅവാ, അവർക്ക് ജന്നത്തുൽ മഅവയുണ്ട്. നുസുലം ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അല്ലാഹു നൽകുന്ന ആതിഥ്യമാണത്. അതിഥികളെ സ്വീകരിക്കൂലേ? ആതിഥേയൻ ഭക്ഷണം സന്തോഷം കൊടുത്തിട്ട് ആ ആതിഥേയത്വം അല്ലാഹു ജന്നത്തുൽ മഅവ, ആർക്ക്? സൽക്കർമ്മം ചെയ്തവർക്ക്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തി തരണേ തമ്പുരാനെ. വഅമ്മല്ലദീന കഫറൂ, എന്നാൽ നിരീശ്വരവാദം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ, വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളായ വചനങ്ങളെ ശരിയാവണ്ണം പഠിക്കാനും പോലും സമയം കണ്ടെത്താതെ അല്ലാഹുവിന്റെ ഖുർആനിൽ തെറ്റുണ്ട് എന്ന് പറയുന്ന മുസ്ലിം നാമധാരികളായ മലയാളി യുക്തിവാദികളെ, കദ്ദബൂ ബിആയാതിനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ഇഅ്ജാസ്, ഖുർആനിന്റെ ബലാഗയും അറബ് സാഹിത്യത്തിന്റെ അഗാധമായ ജ്ഞാനവും കയ്യിലില്ലാത്തതിന്റെ പേരിൽ ഉപരിപ്ലവമായ 2-3 വാക്കുകൾ പറഞ്ഞ് അല്ലാഹുവിന്റെ ഖുർആനിൽ തെറ്റുകളുണ്ട് എന്ന് പറയുന്ന നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന മൗലവിമാർ, അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. മുസ്ലിം പേരുകളുള്ളവരെ, അത്തരം യുക്തിവാദ ചിന്തകളിൽ ഫേസ്ബുക്കിൽ അംഗത്വം ചേർന്ന ഫ്രീ തിങ്കേഴ്സിന്റെ കൂടെ നടക്കുന്ന ചെറുപ്പക്കാർ ഗൗരവമായി ചിന്തിക്കണം. കൈവിട്ടുപോയാൽ ഇത് നരകത്തിലേക്കുള്ള യാത്രയാണ്, പിന്നൊരു തിരിച്ചുവരവ് സാധ്യമല്ല. കോടാനുകോടി മനുഷ്യരെ അവരുടെ വിശ്വാസത്തിന്റെ, ഈമാനിന്റെ, ആത്മപ്രഭയുടെ, വൈജ്ഞാനത്തിന്റെ, ഇലാഹിയായ റബ്ബാനിയായ അല്ലാഹുവിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമായി കാണുന്ന വിശുദ്ധ ഖുർആൻ
6.5 ബില്യൺ ആളുകൾ, വിശുദ്ധ ഈ ദീനിന്റെ അനുയായികളായ 1.5 ബില്യൺ മുസ്ലിമീങ്ങളായ ആളുകൾ, ഇത്രയും വരുന്നൊരു ജനവിഭാഗം മുഴുവനും തെറ്റുപറ്റിയവരാണെന്നും 4-5 ആളുകൾക്ക് മാത്രമാണ് ബുദ്ധിയെന്നും പറയുന്ന ഈ മൗഢ്യത്വം ഒന്ന് മിനിമം ആലോചിച്ചാൽ പോരെ. കോടാനുകോടി പണ്ഡിതന്മാർക്ക് ബുദ്ധിയില്ലെന്നും ഈ 4 പുസ്തകം വായിച്ച ആളുകളെ ഞങ്ങൾക്ക് ഖുർആനിൽ തെറ്റ് കണ്ടെത്താൻ പറ്റിയെന്ന് പറയുകയും നമ്മുടെ തെരുവുകളിൽ പ്രസംഗിക്കുകയും ചെയ്യുമ്പോ വാവളിച്ചു നോക്കി അവരുടെ വായിൽ നോക്കി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചേക്കണം, ഈമാൻ ഊരിക്കൊണ്ടുപോരാൻ വന്ന കള്ളന്മാരാണവരെന്ന്. ശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പഠിച്ചവർക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുമ്പിൽ കരയേണ്ടി വരും. തഖ്ശഇറു ഖുലൂബുഹും വജുലൂദുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കുമ്പോൾ ശരീരം പടപടച്ചു പോകും, കോരിത്തരിച്ചു പോകും. എന്നാൽ ഹൃദയത്തിൽ തഖ്വയില്ലാത്തവർക്ക് ഈ വിശുദ്ധ വചനത്തിന്റെ മധുരിമ അറിയാൻ കഴിയില്ല. അല്ലാഹു പറയുന്നു, വഅമ്മല്ലദീന കഫറൂ, എന്നാൽ നിരീശ്വരവാദം ചെയ്യുന്നവര്, വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും, വലിഖാഇൽ ആഖിറ, നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണെന്നും നിഷേധിച്ച ആളുകള്, ഫഉലൈക ഫിൽ അദാബി മുഹ്ദറൂൻ, അവരെ അല്ലാഹു അദാബിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും. 2 വിഭാഗം ഖുർആന്റെ ശൈലിയാണിത്. സ്വർഗം പറയുമ്പോൾ നരകം പറയും, സജ്ജനങ്ങളെ പറയുമ്പോൾ ദുർജനങ്ങളെ പറയും. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങളും വിഭിന്നമാണ്. ഇത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരുപാട് നന്മയിൽ ജീവിക്കുന്നവര്, കുറെ ഗുണ്ടകളും. നല്ല ലോകത്തിന്റെ അവസ്ഥ. നല്ല കരുണയുള്ള കുറെ മനുഷ്യർ, ഒരിറ്റുപോലും കരുണ പിഞ്ചു മക്കളോട് പോലും തോന്നാത്ത കുറെ ദുഷ്ടന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളിലേക്ക് അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ പറയുമായിരുന്നു, അദ്ദുന്യാ കുല്ലുഹാ ജഹാല ഇല്ലൽ ഇൽമു ഫീഹാ, ഈ ലോകം മുഴുവൻ ജഹാലത്താണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവൊഴികെ. والعلم كله وبال على صاحبه إلا العمل به. ഇൽമു കൊണ്ട്, ജ്ഞാനം കൊണ്ട് മനുഷ്യന് ദുരന്തമുണ്ടാകും, അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ. വൽ അമലു കുല്ലുഹു ഹബാഉം മൻസൂർ ഇല്ലൽ ഇഖ്ലാസ് ഫീ, എല്ലാ കർമ്മങ്ങളും അല്ലാഹു പൊടിപൊടിയാക്കി പറത്തിക്കളയും ആത്മാർത്ഥതയില്ലെങ്കിൽ. വ അൻത മിനൽ ഇഖ്ലാസ് അലാ ഖതർ, ആത്മാർത്ഥതയുണ്ടോ എന്ന് നിനക്ക് പോലും അറിയാത്തൊരു വിഷയമാണത്. ലാ തദ്രി അതസ്ബുതു അലൈഹി വയതഖബ്ബലു മിൻക, ഇഖ്ലാസ് നിന്റെ ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കുമോ? അതല്ല ഒരു കർമ്മം ചെയ്യുമ്പോൾ അതാരെങ്കിലും കാണാൻ വേണ്ടി എന്ന് ആയിപ്പോകുമോ? അങ്ങനെയാണ് ഇഖ്ലാസിന്റെ കാര്യം. ഇഖ്ലാസില്ലാത്ത അമൽ അല്ലാഹു പറത്തിക്കളയും. അമലില്ലാത്ത ഇൽമ മനുഷ്യന് ദുരന്തമാണ്. അമലില്ലാതെ ഈ ലോകം മണ്ടത്തരമാണ് എന്ന് വളരെ ആത്മജ്ഞാനികളിൽ ജ്ഞാനിയായ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിയുടെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണത്, ഹിക്മത്താണത്. മൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കേണ്ട ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. അത് ഖൽബിൽ കൊത്തിവെക്കേണ്ടതാണ്. ലാ തകുൻ മിമ്മൻ യത്തബിഉൽ ഹഖ് ഇദാ വാഫഖ ഹവാഹ്. എങ്ങനെ ആവരുത്? സ്വന്തം ശരീരത്തിന് ഇഷ്ടാണെങ്കിൽ ആ സത്യം സ്വീകരിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ആൾക്കത് ഇഷ്ടാണ്, അത് സ്വീകരിക്കും. വയുഖാലിഫുഹു ഇദാ ഖാലഫ ഹവാഹ്. അല്ലാഹുവിന്റെ ദീനിനെ സ്വീകരിക്കില്ല, അത് സ്വന്തം ഇഷ്ടത്തിനെതിരാണെങ്കിൽ. അങ്ങനെ ഒരിക്കലും ആയി പോവരുത്. നമ്മുടെ ഇഷ്ടം ഒരു എന്തെങ്കിലും ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ കാര്യം വിചാരിക്കുക, അത് ഹലാലാണ്. ഇപ്പം നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുക, അപ്പോൾ ഹലാലാണ്, അപ്പോൾ ഇവിടുന്ന് കിട്ടുക, ഏത് മൂല്യരോട് ചോദിച്ചാലാണ് കിട്ടുക. അപ്പം നമ്മൾ ആ മൂല്യരത്തേക്ക് തന്നെ പോകും. മൂപ്പര് ആ പറഞ്ഞത് അത് മാത്രം ആ മസാല മൂപ്പര് തന്നെ പഠിച്ചു പോരും. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. തൻ്റെ ശരീരത്തിന് ഇഷ്ടമാണോ ചെയ്യും, അതല്ലേ തള്ളിക്കളയും. അങ്ങനെ ആവരുതേ. കാരണം ഈ രണ്ടവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ അദാബ് കൊണ്ട് ശിക്ഷിക്കും. കാരണം നീ അല്ലാഹുവിനെയല്ല ഹഖിനെയല്ല സ്വീകരിച്ചത്. നീ സ്വീകരിച്ചത് ഇതിനെയാണ്, നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തെയാണ്. ഇവിടെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്.
നന്മ ഒരു ശീലമായി വരണം. നന്മ ഒരു ശീലമായി വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നന്മ എന്നത് ആദത്തുൻ അൽ ഹസനതു ആദ. നന്മ എന്ന് പറ ഹുസ്നുൽ ഖുലുഖി ആദ, മനുഷ്യന്റെ സ്വഭാവമായി മാറണം. നന്മയൊരു സ്വഭാവമായിട്ട് മാറണം. നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ അള്ളാഹുവിനെ പറ്റിയൊക്കെ ആലോചിച്ചു, ഇന്ന് പെണ്ണുകുട്ടിയോടൊക്കെ നല്ല പെരുമാറ്റം, നാളെ അടി തുടങ്ങി, ഒരു കാര്യമില്ല. അത് സ്വഭാവമായിട്ട് മാറണം. 2 ദിവസമൊക്കെ നിസ്കരിച്ചു, റമദാനൊക്കെ വരുമ്പോൾ വല്ലാത്ത പൊട്ടിക്കരച്ചിലും, റമദാൻ കഴിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടിച്ചിട്ടും അല്ലാതെ നമ്മൾ ആ വഴിക്കേ ഇല്ല. കുറഞ്ഞ നേരത്തിനൊരു കാട്ടിക്കൂട്ടൽ അത് പാടില്ല. എങ്ങനെ ആവണം? ശീലമാക്കുക. അധികമൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. കൊല്ലൊക്കെ എത്ര പെട്ടെന്നാ തീരുന്നത്. ഇതാ റമദാൻ ആവാനായി. ഒരു റമദാൻ അടുത്ത റമദാനിലേക്ക്, റബീഉൽ അവ്വൽ അടുത്ത റബീഉൽ അവ്വലിലേക്ക്, മുഹറം അടുത്ത മുഹറത്തിലേക്ക്, ഹജ്ജിൽ നിന്ന് അടുത്ത ഹജ്ജിലേക്ക് എത്ര ദൂരം കുറഞ്ഞു. ശീലമാക്കുക നന്മ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിലർക്ക് തിന്മ ഒരു ശീലമാകുന്നതാണ്. തിന്മ ശീലമാകും. നമ്മുടെ ഇമാമിയങ്ങൾ രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. ഒരു കള്ളൻ കാലം മുഴുവൻ മോഷ്ടിച്ച് മറ്റുള്ളവരുടേതാ തിന്നത്. മറ്റുള്ളവരുടേത് തിന്ന് ശീലിച്ച ഒരു കള്ളൻ പ്രായമായപ്പോ അയാൾ വിചാരിച്ചു, ഇനി വയസ്സുകാലത്ത് പോയി ആൾക്കാരെന്ന് കോളർ പിടിക്കലും ആൾക്കാരെന്ന് അടികൊള്ളലും ശരിയല്ലല്ലോ. അപ്പൊ 1-2 ചെറുപ്പക്കാരെ അയാൾ പൈസ കൊടുത്തിട്ട് ഏൽപ്പിക്കും. പിന്നെ ഈ മറ്റവന്റെ തോട്ടത്തിൽ നിന്ന് 4 ആപ്പിളും ഇവിടുന്ന് മുന്തിരി 4 തേങ്ങയൊക്കെ പറിച്ചിട്ട് വാ, കാശ് കൊടുത്തിട്ട് പറഞ്ഞേക്കാം. അവർ പോയി കൊണ്ടുവരും, അവർക്ക് കാശ് കിട്ടും. ചെറുപ്പക്കാർ അങ്ങനെ. ഒരു ദിവസം ഈ കൂലിപ്പണിക്ക് ഇയാൾ വിളിച്ച കള്ളൻ, ജൂനിയർ കള്ളൻ, മുതിർന്ന വയസ്സൻ കള്ളനായി പറഞ്ഞേക്കണത്, ജീവിതകാലം മുഴുവൻ ഹലാല് തിന്നിട്ടേ ഇല്ല, മുഴുവൻ തിന്നത് ഹറാമാണ്. മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്, അയിമ്മത്തുകളുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ച സംഭവമാണിത്. ഒരു ദിവസം ഈ ജൂനിയർ കള്ളൻ, ഇയാൾക്ക് തോട്ടം സമ്പാദ്യമൊക്കെയുണ്ട്, ആ തോട്ടത്തിൽ നിന്ന് എന്തോ പറഞ്ഞ പഴം പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അത് തിന്നപ്പോഴേ ഇയാൾ ചോദിച്ചു, ഇത് ശരിയല്ലല്ലോ, ഇതെവിടെന്നാ നീ പറിച്ചത്? എന്റെ തോട്ടത്തിൽ നിന്നാണല്ലോ. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു, ശരിയാണ്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. അതെ, ഹറാമിന്റെ ഒരു രസത്തിൽ കിട്ടണില്ല, അത് എന്റേതാണല്ലോ. സുബ്ഹാനല്ലാഹ്. ഹറാമ് തിന്നിട്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, എന്റെ നാവിന് പിടിക്കണില്ല ഇത്. അത്രയും മൂലഅം ബിൽ ഹറാം, ഹറാമ് കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞിരിക്കുകയാണെന്ന്. സുബ്ഹാനല്ലാഹ്. നാവിൽ രുചി അറിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹലാല് മാത്രം തിന്നിരുന്ന മഹാനവറുകൾ മഹാനവരുടെ വായിലേക്ക് ഹറാമിന്റെ ഒരു അംശം ചെല്ലുമ്പോഴേക്കും തുപ്പുകയും കാർക്കിച്ചു തുപ്പുകയും ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാ അത് കിട്ടിയത്? കാരണം എന്തേ? ഹലാല് ശീലിച്ച ഉമർ തങ്ങൾക്ക് ഹറാം പെട്ടെന്ന് സെൻസ് ചെയ്തു. ഹറാമ് മാത്രം തിന്ന ഈ കള്ളന് ഹലാല് കൊണ്ടുപോയി കൊടുത്തപ്പോ, ഇത് എന്റേതാണല്ലോ, എന്റേത് ഞാൻ ഇതുവരെ തിന്നാറില്ലല്ലോ, നാട്ടുകാരതാണല്ലോ ഞാൻ തിന്നാറുള്ളത് എന്ന് സ്വന്തം ജൂനിയർ കള്ളനോട് പറഞ്ഞത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിന്മയെ ഒരു വഴിയായി സ്വീകരിച്ചവർക്ക് നരകത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ പാതയിലേക്ക് അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ. ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബ്ളത്തിൻ ഖബളഹാ മിൻ ജമീഇൽ അർള്. ഇമാം ഇബ്നു ഹബ്ബാൻ എന്നവർ സുനനിലും ഇമാം ബൈഹഖി എന്നവർ അവരുടെ സുനനിലും കൊണ്ടുവന്ന ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോ ഭൂമിയിലെ ഒരു മണ്ണ്, ഭൂമിയിലെ ഒരു പിടി മണ്ണാണ് ഉപയോഗിച്ചത്. ഭൂമിയുടെ എല്ലാ മണ്ണിന്റെയും ഗുണങ്ങളുള്ള ഒരു പിടി മണ്ണാണത്രേ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന് അല്ലാഹു ഉപയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഫജാഅ ബനു ആദമ അലാ ഖദരിൽ അർള്, ഭൂമിയെ പോലെയാണ് മനുഷ്യന്മാർ. മിൻഹുമുൽ അഹ്മർ, അതിൽ ചമന്ന നിറമുള്ളവരുണ്ട്, വൽ അബ്യദ് വെളുത്തവരുണ്ട്, വൽ അസ്വദു കറുത്തവരുണ്ട്, വമാ ദൂന ദാലിക വേറെയും കളറുള്ളവരുണ്ട്. ഈ മണ്ണിങ്ങനെ നോക്കി, മഞ്ഞ, കറുപ്പ്, ചുവപ്പ്, ഇതന്നെ മനുഷ്യന്മാർ. പല നിറങ്ങളും, പല രാജ്യങ്ങളിലും പല കോലത്തിൽ. നല്ല സോഫ്റ്റ് മണ്ണുണ്ട്, അപ്പൊ ചിലത് സോഫ്റ്റ് ആണ്. വളരെ ഹാർഡായ പാറ പോലത്തെ മണ്ണുകളുണ്ട്, ഉറച്ചത്. ചില ആളുടെ മനസ്സ് അങ്ങനെയാണ്. പക്ഷെ ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ശറഅ് പറയുന്നത്. അല്ലാഹ് അങ്ങനെ പടച്ചോണ്ടല്ലേ എന്ന് നീ പറയാൻ പോരുതേ. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഭാവ ഗുണങ്ങളെ മാറ്റിയെടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശറഅ് സ്വഭാവം നന്നാക്കണമെന്ന് പറയില്ലായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറയുകയാണ് ലാ നഅലമു ശൈഅൻ ഖൈറൻ മിൻ മിഅതി മുഫ്ലിസിൻ ഇല്ല റജുലൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യനാണ് 100 പാപ്പരായ മനുഷ്യരെക്കാളും പാപ്പരാണെങ്കിൽ തന്നെയും മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന് സ്ഥാനമുണ്ട്. മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിനോളം യോജിക്കുന്ന മറ്റൊരാളില്ല. ഇന്ന മസല മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു നൽകുന്ന സന്മാർഗ ദർശനവും അല്ലാഹു നൽകുന്ന ഇൽമും വൽ ഇൽം കമസലിൽ ഗൈസിൽ കസീർ, കുത്തിച്ചൊരിയുന്ന മഴ പോലെയാണ്. നബി തങ്ങൾ ഉദാഹരണം പറയുന്നു. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത്. ഒരു മഴ പോലെ, അതിൽ മഴ പെയ്തപ്പോ ചില മണ്ണ് ആ മഴയെ സ്വീകരിക്കുകയും കൃഷികൾ വളരുകയും ചെയ്തു. മണ്ണ് വെള്ളം പിടിച്ചെടുത്തു. വേറെ ചിലയിടം വെള്ളം സൂക്ഷിക്കാൻ പറ്റുന്ന സംഭരണിയായ പാറയുടെ കോറികൾ പോലെ, കുളങ്ങൾ പോലെ വെള്ളം കെട്ടിനിന്നു. ആളുകൾ അതെന്ന് കോരിയെടുത്തു കൃഷി നനക്കാൻ. വേറെ ചിലയിടം കുത്തനെ ഒഴുകിപ്പോകുന്നതാണ്. അവിടെ ഒരു വെള്ളം നിൽക്കുകയുമില്ല, ഒരു ചെടിയും അവിടെ മുളക്കുകയുമില്ല. എന്റെ ജ്ഞാനവും ഞാൻ കൊണ്ടുവന്ന ഇസ്ലാമും ഇങ്ങനെയാണ്. അത് സ്വീകരിക്കുകയും നല്ലവരായി വളരുകയും നല്ല മക്കൾക്ക് ജന്മം കൊടുക്കുകയും നല്ല വാപ്പമാരായി വളരുകയും നല്ല മക്കളെ ദീനിന് സമ്മാനിക്കുകയും ചെയ്ത ഉപ്പമാര് ഉമ്മമാര് അവര് മണ്ണ് സ്വീകരിച്ച മഴവെള്ളം പോലെയാണ്. എന്നാൽ ചിലർക്ക് അത് ഉപകാരപ്പെട്ടില്ല. അവർ ഒരു കുളം പോലെ വെള്ളം കെട്ടിനിന്നു. അവർക്കായില്ല. പക്ഷേ നമ്മുടെ അറബി കോളേജിലെ മക്കളെ, എൻ്റെ മക്കളെ ഒരു ഹാഫിദാക്കാനോ ആലിമാക്കാനോ കഴിഞ്ഞില്ല. എന്നാ പിന്നെ എളിമിന് പഠിക്കാൻ വരുന്ന മക്കളെ ഞാനൊന്ന് ഏറ്റെടുത്തേക്കാം. ഒരു കുട്ടിക്ക് എത്രയാ ചെലവ്? ഞാൻ തരാം. 2 കുട്ടികളുടേത് ഞാൻ തരാം. അയാൾക്ക് നേർക്ക് നേരെടുക്കാൻ പറ്റിയില്ല, പക്ഷേ വെള്ളം സംഭരണി പോലെ അയാൾക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റി. അങ്ങനത്തെ ആളുകളുണ്ടാവും. ചിലത് കുത്തനെ പാറയായി മലവെള്ള പാച്ചിലായി ആ വെള്ളം കെട്ട് ഒഴുകിപ്പോയി കടലിൽ നശിക്കും. ആർക്കും കെട്ടി നിർത്താനും കഴിയില്ല. ആ പാറയിൽ ഒരു ചെടിയും മുളക്കുകയുമില്ല. അള്ളാഹുവിന്റെ ഖുർആനും ദീനുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇസ്ലാമിൽ അങ്ങനെയാണോ എന്നൊക്കെ കൗതുകത്തോടെ ചോദിക്കുകയും ഇതുവരെ മനസ്സിലാക്കിയതോ പറഞ്ഞതോ ഒന്നും ഉൾക്കൊള്ളാതെ, ഒന്നും പഠിക്കാനും അറിയാനും സമയവും മനസ്സും കൊടുക്കാതിരിക്കുന്ന ആളുകളും എന്നെ അള്ളാഹു പറഞ്ഞയച്ചത് ഇങ്ങനെയാണ്. ഒരു വിഭാഗം അത് സ്വീകരിച്ചു, വേറെ ഒരു വിഭാഗം അത് തള്ളിക്കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയെ ഉദാഹരണം പറഞ്ഞു നബി തങ്ങൾ. ഖിയാനുൻ, ചില ഭൂമികൾ ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അങ്ങ് ഷാമിൽ നിന്ന് തിരിച്ചു വരികയാണ്. ആ മഹാന ഗവർണറായി നിയമിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹുദൈഫ തങ്ങൾ വരുമ്പോ വർഷങ്ങൾ കഴിഞ്ഞ് വരികയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു 5-6 വർഷം കഴിഞ്ഞ് ദൗത്യം നിർവഹണം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായിട്ട് മദീനയിലേക്ക് തിരിച്ചു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പണി ചെയ്തു എന്നറിയോ? ഹുദൈഫ തങ്ങൾ വരുന്ന മദീനയുടെ കവാടത്തിന്റെ പരിസരത്തൊരു പാറന്റെ പിന്നിൽ പോയിട്ട് മറഞ്ഞിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളെ എങ്ങനെയാ വരുന്നത് എന്നറിയാൻ താൻ പറഞ്ഞയച്ചത് ദീനിന്റെ ദൗത്യ നിർവഹണത്തിനാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ ഒരുപാട് സമ്പാദ്യങ്ങളുമായിട്ടാണോ വരുന്നത്, അതല്ല ഞാൻ പറഞ്ഞയച്ച പോലെയാണോ ഹുദൈഫ തങ്ങൾ വരുന്നത് എന്നറിയാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മറ പിടിച്ചു ഒളിച്ചിരുന്നു. ഹുദൈഫ തങ്ങൾ ഇങ്ങനെ വരികയാണ്. ഉമർ തങ്ങൾ ഇങ്ങനെ വരാനായോ എന്നൊക്കെ നോക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു വരുന്നു. വരുമ്പോ ഒരു ചാവാറായ ഒരു കഴുതപ്പുറത്ത്, ആ കഴുതപ്പുറത്താണ് ഹുദൈഫ തങ്ങൾ ഇറാഖിലേക്ക് പോയത്, ഷാമിന്റെ ഭാഗങ്ങളിലേക്ക് പോയത്. 6 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഹുദൈഫ തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രം അന്നുണ്ടായിരുന്ന വസ്ത്രം തന്നെ. കുറെ ആളും പരിവാരങ്ങളും ലോഡ് സാധനങ്ങളും ഒന്നും പിന്നിൽ വരാനില്ല. ആ പോയ പോലെ തന്നെയാണ് ഹുദൈഫ തങ്ങൾ. അങ്ങനെയാണോ വരുന്നത് എന്ന് കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രത്യേകത. രാജ്യങ്ങൾ ഭരിച്ച ഖലീഫയാണ്, പക്ഷെ ഓരോ ഗവർണറെയും കണിശമായി ചോദ്യം ചെയ്യും. ഉമർ തങ്ങൾ ഇങ്ങനെ ഒളിച്ചിരുന്നു. ഹുദൈഫ തങ്ങളുടെ വരവ് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. ഇത് ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചാടി പുറത്തേക്ക് വന്നിട്ട് യാ ഹുദൈഫ അൻത അഖി വ അന അഖൂക്, ഹുദൈഫ നിങ്ങൾ എൻ്റെ സഹോദരനാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു അസ്സലാത്ത ജാമിഅ, സ്വഹാബികൾ എല്ലാവരും പള്ളിയിലേക്ക് വരണം.
മദീനയിൽ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഓടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ സ്റ്റെപ്പിൽ കയറിയിരുന്നു. വെള്ളിയാഴ്ചയൊന്നുമല്ലാതെ പക്ഷെ കാര്യമായൊരു വിഷയം അറിയിക്കാനുണ്ടാകുമ്പോ മിമ്പറിൽ കയറിയാണ് അത് അറിയിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഹുദൈഫ റളിയല്ലാഹു അൻഹു വർഷങ്ങൾ കഴിഞ്ഞ് സേവന അവസാനം തിരിച്ചു വന്നിരിക്കുകയാണ്. മദീനയിൽ പോയ പോലെ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ സന്തോഷം ഉമർ തങ്ങൾക്ക് അടക്കാനായില്ല. ഉമർ തങ്ങൾ ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചോദ്യ ചോദിച്ചത്. എന്ത് രസകരമായ ചോദ്യം! വല്ലാത്ത ചിന്തകനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വളരെ വളരെ സ്റ്റിമുലേറ്റിംഗ്, വളരെ ആത്മീയമായ പ്രചോദനം നൽകുന്ന ചോദ്യങ്ങൾ. ഉമർ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഓഡിയൻസിനോട്, ജനങ്ങളോട്. ജനങ്ങളെ, തമന്നൗ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്നോട് പറയുന്നു. നിങ്ങൾ തമന്നൗ, നിങ്ങളൊക്കെ ഒന്ന് കൊതിക്കുന്നു. വളരെ ചെറിയൊരു ഖുതുബയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവിടെ ചോദ്യോത്തരമുണ്ട്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളൊന്ന് ആഗ്രഹിക്കുക, നിങ്ങൾക്ക് എന്താ ഈ ലോകത്ത് വേണ്ടത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചിലര് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഒരു വീട് നിറയെ സ്വർണം, ആ സ്വർണ്ണ നാണയങ്ങൾ അല്ലാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്ത് ദാനം ചെയ്ത് തീർക്കാൻ ആഗ്രഹമുണ്ട്. വേറെ ചിലർ പറഞ്ഞു, ഒരുപാട് അടിമകൾ, അവരെയൊക്കെ മോചനം ചെയ്ത് സ്വതന്ത്രരാക്കി വെറുതെ വിടാൻ ആഗ്രഹമുണ്ട്. വേറെ ചിലര് ആരോഗ്യം വേണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ. വേറെ ചിലര് ഈ തപ്പന തോട്ടങ്ങൾ വേണം അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്യാൻ ഒക്കെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് വേണ്ടത് ലാകിന്നനി أتمنى رجالا كحذيفة بن اليمان وأبي عبيدة بن الجراح أستعملهم في طاعة الله. ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ സ്വർണവും വെള്ളിയും പൈസയുമല്ല ദീനിന് വേണ്ടത്. ദീനിന് വേണ്ടത് ഹുദൈഫത്ത് ഇബ്നുൽ യമാനിയെ പോലെ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിനെ പോലെ നല്ല ഒന്നാം തരം വോളണ്ടിയർമാർ, നല്ല പ്രവർത്തകന്മാർ, ഊർജ്ജസ്വലരായ കർമ്മഭൂമിയിൽ ഇറങ്ങാൻ കഴിയുന്ന ഊർജ്ജസ്വലരായ ആളുകൾ. അതുപോലെയുള്ള ഒന്നാം നമ്പർ ചെറുപ്പക്കാരെ കിട്ടിയിരുന്നെങ്കിൽ അവരെ ഉപയോഗിച്ച് ദീനിന് ഞാൻ ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. അതാണ് ഞാൻ കൊതിച്ചു പോകുന്നത്. എനിക്ക് വേണ്ടത് ഹുദൈഫത്ത് ഇബ്നുൽ യമാനിയെ പോലെയുള്ള ആളുകളെയാണ്, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിനെ പോലെയുള്ള ആളുകളെയാണ്, സ്വർണവും വെള്ളിയുമല്ല. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹ, അല്ലാഹു മഹാനുഭാവന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. കാസർഗോഡ് ഭാഗത്തൊരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് വരുമ്പോ മഹാനായ ശംസുൽ ഉലമയോട് കമ്മിറ്റിക്കാരെ ആരോ ഒരാൾ വല്ലാത്ത ധൈര്യം മഹാനോടൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഉസ്താദേ, ശൈഖുനാ, ഞങ്ങൾക്ക് പള്ളിക്ക് വരുമാനമൊന്നുമില്ല, ഉസ്താദ് ഒന്ന് പറയണം, പിരിവുണ്ടാക്കി തരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, ആ മഹാന്റെ ഒരു വീക്ഷണം, ആ മഹാന്റെ ചില വാക്കുകളുടെ കണിശത ഭയങ്കരമാണ്. ശംസുൽ ഉലമ അവിടെ പറഞ്ഞ മറുപടി, എന്തിനാണോ പള്ളിക്ക് വരുമാനം? പള്ളിയിൽ വേണ്ടത്, പള്ളിയുടെ ചുറ്റും അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അതിഥികളല്ലേ വേണ്ടത്? അവിടെ ഇമാമ് നിൽക്കണം, മഅ്മൂമ് വേണം, പള്ളിയെ ഹുബ്ബ് ചെയ്യുന്ന അയൽവാസികൾ വേണം. പള്ളിക്ക് എന്തിനാണോ വരുമാനം എന്ന ഒരു മറുപടി കൊടുത്തു മഹാനായ ശംസുൽ ഉലമ. യാ അല്ലാഹ്, അതേ മറുപടി ആവർത്തിക്കുകയാണ് ദാറുൽ ഹുദയുടെ ശില്പിയായിരുന്ന ഡോക്ടർ അയ്യൂബ് ബാഫുട്ടി ഹാജി. ചെമ്മാട്ട് വൈജ്ഞാനിക വിപ്ലവത്തിന് തിരുകൊളുത്തിയ ആ മഹാനുഭാവൻ സൈനുൽ ഉലമയുടെ കൂടെ അന്ത്യവിഷമം കൊള്ളുകയാണ് ദാറുൽ ഹുദയുടെ പള്ളിയുടെ മുമ്പിൽ. അല്ലേ, ആ മഹാനുഭാവന്മാർ, അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ദാറുൽ ഹുദക്കൊരു സ്ഥായിയായ വരുമാനം വേണ്ടേ? ഈ സ്ഥാപനം ഇങ്ങനെ പോയാൽ ഹാജിയാരുടെ കാലം കഴിഞ്ഞ ആരാധന നോക്കുക, നിനക്ക് വരുമാനം വേണ്ടേ എന്ന് കമ്മിറ്റി ഭാരവാഹികൾ മുഴുവൻ ഏകസ്വരത്തിൽ അഭിപ്രായം ഉന്നയിച്ചപ്പോ മഹാനായ ബാഫുട്ടി ഹാജി പറഞ്ഞൊരു മറുപടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുമ്പോ അള്ളാഹിന്റെ ഹബീബ് ഇസ്ലാമിനെ നിലനിർത്താൻ ഷോപ്പിംഗ് കോംപ്ലക്സോ ബിൽഡിങ്ങോ ഉണ്ടാക്കിയിട്ടാണോ ഇവിടുന്ന് പോയത്? അല്ല, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന സ്വഹാബികളെ വാർത്തെടുത്തു. ദാറുൽ ഹുദയെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളായ മുഅ്മിനീങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ ഈ സ്ഥാപനം നടക്കും. ഇതിന് വരുമാനം, സ്ഥായിയായ വരുമാനത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു ധൈര്യമുണ്ട്. അതാർക്കും അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയില്ല.
ഇതിന് സ്ഥായിയായ വരുമാനം വേണ്ട എന്ന മഹാനായ ഡോക്ടർ യൂബ ഹാജി. എന്തേ? മുഹിബ്ബീങ്ങളായ ദീനിനോട് ഹിബ്ബുള്ളവരുണ്ടായാൽ മതി, അവരങ്ങ് നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇന്നും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളുടെയൊക്കെ നടത്തിപ്പ് അങ്ങനെയല്ലേ? വല്ലാത്ത അത്ഭുതമാണ്. ശംസുൽ ഉലമയുടെ ആ ഒരു വാക്ക്, ആളുകളാണ് വേണ്ടത്. ഇന്ന സഅയകും ലശത്താ, നന്മയുടെ വഴികളിൽ 1000 കുതിരശക്തിയുള്ള ഈമാനിന്റെ പ്രഭയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ, മഹാനായ ഉമർ തങ്ങൾ കൊതിച്ചു പോകുന്നു. ജനങ്ങൾ മുഴുവനും ഒരു വീട് നിറയെ സ്വർണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ആഗ്രഹം അതല്ല, ഞാൻ ആഗ്രഹിക്കുകയാണ് റിജാലൻ കഹുദൈഫത്ത് ബിനുൽ യമാൻ, ഹുദൈഫത്ത് ബിനുൽ യമാനിയെ പോലെ, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് തങ്ങളെ പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അസ്തഅമിൽഹും ഫീ ത്വാഅത്തില്ലാഹ്, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഈ ദീനിന്റെ ദൗത്യവുമായി പറഞ്ഞേക്കാൻ എനിക്ക് അവരെയായിരുന്നു ആഗ്രഹം, അവരെയാണ് എനിക്ക് വേണ്ടത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനെ, നമ്മുടെ ചെറുപ്പക്കാർ, നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖലകൾ SKSSFന്റെ സമസ്തയുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജനങ്ങളുടെ സുന്നി യുവജന സംഘം, SKSBV, നമ്മുടെ പിഞ്ചു മക്കളുടെ ബാലവേദി, ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാനുള്ള മേഖല നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ആ വഴികളിലേക്ക് നമ്മൾ പ്രവർത്തിക്കാതെ പോയാൽ, സേവനത്തിന് നമ്മുടെ വിഖായ വളണ്ടിയർമാർ, വിഖായയുടെ വിങ്, സുബ്ഹാനല്ലാഹ്, സഹചാരി പ്രവർത്തനങ്ങള്, KMCCയുടെ പ്രവർത്തനങ്ങള്, ഒരുപാട് ആശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചാരിറ്റി സംവിധാനങ്ങൾ, ഇതിലൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ അതിൻ്റെ പ്രവർത്തകരായി മാറി നമ്മുടെ ഊർജം ആ വഴിക്ക് നമ്മൾ ചെലവഴിച്ചില്ലെങ്കിൽ ആ ഊർജം നമ്മൾ തിന്മയുടെ വഴിയിലേക്ക് ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് നന്മയിലേക്കൊരു ഡൈവേഷൻ കൊടുത്തേ പറ്റൂ, നിർബന്ധമായിട്ടും. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചു നമ്മുടെ ക്യാമ്പസുകളിൽ നന്മയുടെ വഴിയിലേക്ക് നമ്മുടെ കഴിവിനെ നമ്മൾ മാറ്റിവിട്ടില്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെ പിശാചത് കൊണ്ടുപോകും. ഇന്ന സഅയകും ലശത്താ. ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത്, മലക്കുകൾക്ക് അല്ലാഹു ബുദ്ധി കൊടുത്തു, പക്ഷേ വികാരം കൊടുത്തിട്ടില്ല. മലക്കുകൾക്ക് വികാരമില്ല, അവർ കല്യാണം കഴിക്കണില്ല, അവർ ദേഷ്യമില്ല, അവർക്ക് കോപമില്ല, കലാപമില്ല, ബുദ്ധിയുണ്ട് മലക്കുകൾക്ക്. മൃഗങ്ങൾക്ക് അല്ലാഹു വികാരം കൊടുത്തു, പക്ഷെ ബുദ്ധിയില്ല. നന്മ തിന്മ വേർതിരിക്കാൻ അവർക്ക് കഴിയില്ല, തിന്നാനും കുടിക്കാനൊക്കെ അവർക്കറിയും. ഖലഖ ഫഹദ, അല്ലാഹു തആല ഓരോ വസ്തുവിന്റെയും ഹിദായത്തിന് ആവശ്യമായത് അവർക്ക് കൊടുത്തു. മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല, അവർക്ക് ശഹ്വത്തുണ്ട്, വൈകാരികതയുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വൈകാരികതയില്ല, ബുദ്ധിയുണ്ട്. മനുഷ്യർക്കോ ബുദ്ധിയുമുണ്ട്, വികാരവുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വികാരത്തെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവൻ ആരാണ്? മലക്കുകളും മറ്റു ജീവജാലങ്ങളിലും ഓരോരോ ഗുണങ്ങൾ നമ്മിൽ അല്ലാഹു രണ്ടും വെച്ചിരിക്കുകയാണ്. ബുദ്ധിയും തന്നു, വികാരവും തന്നു. ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തു പോയി കൊണ്ടുപോകേണ്ടവരാണ്. ബുദ്ധി കൊണ്ട് വികാരത്തെ നിയന്ത്രിക്കേണ്ടവനാണ് മനുഷ്യൻ. അങ്ങനെ വല്ലാത്ത ഒരു ഉത്തരവാദിത്വം നമ്മിലുള്ളതിന്റെ പേരിൽ അല്ലാഹു തആല പറയുന്നു, ഖുല്ലാ യസ്തവിൽ ഖബീഥു വത്വയ്യിബ്, നബിയേ പറയണം, തിന്മയും നന്മയും ഒരുപോലെയല്ല. വലൗ അഅജബക കസറത്തുൽ ഖബീഥ്, തിന്മയുടെ ബാഹുല്യം അങ്ങേ അതിശയിപ്പിച്ചാൽ തന്നെയും, തിന്മയുടെ ബാഹുല്യം അങ്ങേ അതിശയിപ്പിച്ചാൽ തന്നെയും നന്മയും തിന്മയും ഒരുപോലെയല്ല, സജ്ജനങ്ങളും ദുർജനങ്ങളും ഒരുപോലെയല്ല. മഹാനായ ഹബീബായ നബി തങ്ങളുടെ കാലശേഷം ഈ ഉമ്മത്തിന്റെ നേതാവ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് എന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി. സിദ്ദീഖ് എന്നവരെ പോലെയാണോ മറ്റുള്ളവരെ? അബൂജഹലിനെ പോലെയാണോ സിദ്ദീഖ് എന്നവരെ? അതുപോകട്ടെ, സിദ്ദീഖ് എന്നവരെ പോലെയാണോ ഉമർ എന്നവരെ? ഉമർ എന്നവരെ പോലെയാണോ ഉസ്മാൻ എന്നവരെ? ഉസ്മാൻ എന്നവരെ പോലെയാണോ അലിയാരെ പോലെയാണോ മുആവിയ തങ്ങള്? ഓരോരുത്തരിലും അല്ലാഹു തആല അവരുടെ ഈമാനിന്റെയും കർമ്മത്തിന്റെയും തോതനുസരിച്ച് അല്ലാഹു സ്ഥാനം വെച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു മഹത്വമല്ലേ അത്. ഇവിടെ നമ്മുടെ അധ്യക്ഷനായിരുന്ന മഹാനായ നെല്ലായി ഉസ്താദ് നമ്മോട് യാത്ര പറഞ്ഞു പോയി. 50 കൊല്ലം 50 വർഷം ദർസ്
ദർസ് നടത്തിയതിന്റെ ഒരു വാർഷികം കഴിഞ്ഞ വർഷത്തുണ്ടായിരുന്നു. 50 കൊല്ലം മുദർരിസായതിന്റെ 50 കൊല്ലം ദർസ് നടത്തിയതിന്റെ ഒരു വാർഷികം ആലോചിച്ചു നോക്കി. എത്ര വലിയ തൗഫീഖാണത്, എത്ര വലിയ തൗഫീഖാണ്. എത്രയായിരക്കണക്കിന് ഫൈസിമാർ, ബാക്കവിമാർ, ദാരിമിമാർ, ഉസ്താദുമാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഖാദിമാർ, ഖതീബുമാർ, ആയിരക്കണക്കിന് മഹല്ലുകളിലേക്ക് പോയത് ആ മഹാനുഭാവന്റെ 50 കൊല്ലത്തെ സേവനം. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ. എന്തൊരു പാവം മഹാനായ മനുഷ്യൻ, എന്തൊരു സൗമ്യതയുള്ള മഹാൻ, എന്തൊരു എളിമയും എന്തൊരു ഭവ്യതയുമുള്ള മഹാനായ ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദ് ഇവിടെ സദസ്സിലില്ലാത്തത് കൊണ്ട് ഞാനത് ധൈര്യമായിട്ട് പറയാം. ഈ ഒരു ഉലമാഇന്റെ ക്വാളിറ്റി സമസ്തയുടെ മഹാന്മാരിലേക്ക് കാണാൻ കഴിയും. അല്ലാത്തതൊക്കെ ശ്വാസം വീർപ്പിച്ച് അഹങ്കാരം നടത്തി വലിയ ആൾപോരിമയോ അഹംഭാവമോ കാണിക്കുന്ന വിധം ഇജാബുള്ള ഒരു തരം പ്രകടനങ്ങൾ അവരുടെ കാട്ടിക്കൂട്ടലുകളിൽ മുഅ്മിനീങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു സൗമ്യതയും സരളതയുമുള്ള മഹാന്മാർ ഈ ഉമ്മത്തിന് അല്ലാഹു തന്നത് ഈ ഉമ്മത്തിന്റെ സൗഭാഗ്യമാണ്. മഹാനായ അത്തിപ്പറ്റി ഉസ്താദ് നമുക്ക് മറക്കാൻ കഴിയോ? എന്തായിരുന്നു ആ മഹാന്റെ ഒരു ജീവിതം? ആലോചിച്ച് നോക്കി. അല്ലാഹുവേ, മഹാനുഭാവന്റെ വിടവിലേക്ക് യോഗ്യരായ മഹത്തുക്കളെ, മുറബ്ബികളായ ആലിമീങ്ങളെ, സാദാത്തീങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ജനങ്ങളുടെ എല്ലാ ഈമാനും ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ സിദ്ദീഖ് എന്നവരുടെ ഈമാനിനോളം എത്താൻ കഴിയുകയില്ലെന്ന് ഉമർ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായത് റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞത് ഇമാം ബൈഹഖി എന്നവർ ശുഅബുൽ ഈമാനിൽ കൊണ്ടുവന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസുകൾ വേറെയും കാണാൻ കഴിയും. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു സ്വപ്നം വിവരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി എന്നവരെ ബിസനദിൻ ഹസനിൻ സ്വഹീഹിൻ എന്ന് ഇമാം തിർമിദി തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണിത്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ മുത്തനബി തങ്ങൾ ചോദിച്ചു, അയ്യുക്കും റഅൽ ലൈലത റുയാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടവരുണ്ടോ? ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു. സത്യസന്ധമായ സ്വപ്നം. സ്വപ്നം മനസ്സിലാക്കാനും ഒരു ഇൽമുണ്ട്. സ്വപ്നം പിശാചിന്റെ ഭാഗത്തുനിന്നുണ്ട്, സ്വപ്നം മലക്കുകളുടെ ഭാഗത്തുനിന്ന് വരും, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇൽഹാമായിട്ട് വരും. അള്ളാഹുവിന്റെ ശരീഅത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, ഇത് ഇസ്തിദ്റാജാണ്, അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ളതല്ല. ഉടനെ മനസ്സിലാക്കണം. സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചാൽ അതൊരു പ്രാമാണികതയൊന്നുമല്ല. സ്വപ്നം കൊണ്ട് ലാ യുഹല്ലിലു ഹലാലൻ വലാ യുഹർരിമു ഹറാമൻ, ഒരു സ്വപ്നവും ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യില്ല. വലാകിന്നഹാ മുബശ്ശിറാത്ത്, പക്ഷേ സ്വപ്നങ്ങളിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടാകാറുണ്ട്. എപ്പോഴെന്നറിയോ? ആ കണ്ട സ്വപ്നം ശറഇന്റെ വസ്തുതകൾക്ക് നിരക്കുന്നതാകണം. അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അല്ലാഹുവിന്റെ റസൂലല്ലേ അഫ്ദലുൽ ഖൽഖ്. മുത്തനബി തങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാ. ആ സ്ഥാനം കഴിഞ്ഞിട്ടേ ഉമർ തങ്ങളുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ഉസ്മാൻ തങ്ങളുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് അലിയാർ തങ്ങൾ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ, ഹബീബിന്റെ അഹ്ലു ബൈത്തുകളൊക്കെ സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞിട്ടാണ് റളിയല്ലാഹു തആല.